ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. രാവിലെയാണ് ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു മസാലക്കറി. അതിന് ഹിന്ദിയിൽ കട്ടൽ എന്ന് പറയും. അപ്പോൾ കട്ടൽ കൊണ്ടുള്ള ഒരു മസാല, കട്ടൽ മസാല അല്ലെങ്കിൽ ഇടിഞ്ചക്ക കൊണ്ടുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങളെ കാണിക്കാം. നമ്മൾ ചക്ക, ഇടിഞ്ചക്കയാണ്. അത് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് സമൂലം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് സമൂലം എന്ന് പറയാൻ പറ്റത്തില്ല, ടോട്ടലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചക്കയുടെ കുരുവും അതെല്ലാം ഒക്കെ ഉണ്ട്. പിന്നെ കൂഞ്ഞിയുണ്ട്. എല്ലാമായിട്ട് ഇങ്ങനെ കടയിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയതാണ്. പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ചെടുക്കും. അതുപോലെ തന്നെ മസാലയ്ക്കായിട്ട് ഒരു 2 ടീസ്പൂൺ, വലിയ ടീസ്പൂണാണ്, ഹീപ്ഡ് ടീസ്പൂണ് തൈര് എടുത്തിട്ടുണ്ട്. തൈരിൽ ഒരു ഹീപ്ഡ് ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ വെജിറ്റബിൾ മസാല 2 ഹീപ്ഡ് ടീസ്പൂണും അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കലക്കിയെടുക്കും. നമ്മൾ കടയിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചു. എണ്ണയിൽ ഒരു 1/2 ടീസ്പൂണ് ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഇട്ടു. അത് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്, കട്ട് ചെയ്ത് വെച്ച്. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി വേഗം വഴലാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് വേണ്ട ഉപ്പും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഉള്ളി ഒന്ന് പകുതി വെന്ത് വന്നപ്പം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ മസാല ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയപ്പം കട്ട് ചെയ്ത് ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. നമ്മുടെ തക്കാളി ഒന്ന് വഴന്നു വന്നപ്പോൾ തൈര് കുഴച്ച് വെച്ച മസാല നമ്മൾ ചേർത്ത് കൊടുത്തേക്കാണ്. ഇതിൽ ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചു. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. തൈര് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ മസാല ഒന്ന് നന്നായിട്ട് വഴന്ന് എണ്ണ തെളിഞ്ഞ് വരണം. നമ്മുടെ മസാലയൊക്കെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വന്നു. അതിലേക്ക് ഞാൻ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മസാലയൊക്കെ ചക്ക മസാലയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇനി ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ചക്കയിലുള്ള വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടട്ടെ. ചക്ക വേകാനും അടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട്. ചക്കയുടെ പാത്രത്തിലിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചു. ഇനി നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ചക്ക മസാല റെഡി ആയിട്ട് വന്നു. ഞാൻ അതിൽ ഇത്തിരി കൊത്തമല്ലിയുടെ ഇല ഇട്ട് ഗാർണിഷ് ചെയ്തു. നല്ല ടേസ്റ്റാണ്, നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എപ്പോഴും ഇറച്ചിക്കറി കഴിച്ചിട്ടുള്ളത്? ഞാനൊരു ഓളത്തിനങ്ങ് പറഞ്ഞതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.